ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ സത്യയുടെ അച്ഛനാണ് വരുന്നതെന്ന് പറയുമ്പോ രമേശ് പറയും, എങ്കിൽ പിന്നെ ചടങ്ങ് നടന്നത് തന്നെ ചുമ്മാതാണ് അച്ഛാ, അവളുടെ അച്ഛൻ വരത്തൊന്നുമില്ല. ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. അവളുടെ അച്ഛനെ കണ്ടിട്ട് കൂടി ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഇതിങ്ങനെ കേൾക്കുമ്പോ സത്യക്ക് വിഷമാവുന്നുണ്ട്. രമേശിന്റെ അച്ഛൻ പറയും, മെല്ലെ പറയടാ, ടീച്ചർ കേൾക്കണ്ട. അങ്ങനെ ടീച്ചറേക്കും പത്മിനിയുടെ ആരാ വരുന്നത്? വിഷ്ണുച്ചനും അച്ഛനും സത്യമയും എല്ലാവരും വരുന്നുണ്ട്. അച്ഛൻ പറയും, ഇനി 5 മിനിറ്റ് കൂടെ നോക്കും, ഇല്ലെങ്കിൽ പരിപാടി അങ്ങ് തുടങ്ങും. ശ്രീകുട്ടിയുടെ അച്ഛനുള്ളവരെന്ന് പറഞ്ഞത് എന്നിട്ട് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അയാൾ വരികയാണ്. എന്റെ അച്ഛൻ വന്നെന്ന് പറഞ്ഞ് ആ കുട്ടി ഭയങ്കര സന്തോഷത്തിലാ. ആ കുട്ടിയുടെ അച്ഛൻ വന്ന് അവിടെ ഇരുന്ന് ആ കുട്ടിയെ മടിയിൽ വെക്കും. അപ്പോ സത്യ പറയും, ഇനി നമ്മുടെ രണ്ടുപേരുടെ വീട്ടിൽ നിന്ന് മാത്രമേ വരാനുള്ളൂ, ഇനി അച്ഛൻ വരില്ലേ? പപ്പി പറയും, അച്ഛൻ വന്നിട്ടില്ലെങ്കിലും സത്യ ടെൻഷനാവണ്ടാട്ടോ, എന്റെ അച്ഛൻ വരും പപ്പി, എനിക്ക് ഉറപ്പാ. പപ്പിയാണ് ടെൻഷനോട് കൂടി ഇരിക്കുന്നത്. ഇതേ സമയം ഒരാൾ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണേ. കണ്ണില് ലെൻസൊക്കെ വെക്കുന്നുണ്ട്. അതുപോലെ ഒരുക്കത്തിലാണ്. മറ്റാരുമല്ല, ശാലിനി തന്നെ അച്ഛനായിട്ട് ഒരുങ്ങി വരാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ എല്ലാം റെഡിയായി ബുള്ളറ്റിൽ കയറി വരും. അവിടെ സ്കൂളിലാണെങ്കിൽ ടീച്ചർ പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്ക് അവാർഡ് നൽകുന്നതിന്റെ കാരണങ്ങളും അത് പാരന്റ്സിന് മുന്നിൽ വെച്ച് തന്നെ നടന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടെയുള്ളൂ. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അവിടെ ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതേ സമയം ബുള്ളറ്റിലെ സത്യയുടെ അച്ഛൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ശാലിനി, ഇത് കുട്ടികളെ ബുദ്ധി കൊണ്ട് വാങ്ങിച്ചതാണ്. ബുദ്ധി കൊണ്ട് നേടിയ ഈ വിജയ പരിപാടിയില് എല്ലാവരും പങ്കെടുക്കണമെന്ന് ഞാൻ നിർബന്ധത്തോടു കൂടി പറയുന്നത് ഇതിനാണ്. അങ്ങനെ ഓരോന്നും അവിടെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോ സത്യ മനസ്സിൽ വിചാരിക്കുന്നത്, ദൈവമേ, എന്റെ അച്ഛൻ വേഗം വരണേ, എന്നെ വിഷമിപ്പിക്കില്ലേ എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴേക്കും ശാലിനി അവിടെ എത്തിക്കഴിഞ്ഞു. സത്യക്ക് ശാലിനി ഇന്നലെ സത്യം ചെയ്ത് കൊടുത്തത് ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ടാണ് ഇങ്ങനെ മാറ്റത്തില് വരാന്നുള്ള കാര്യം. അതിപ്പോ ഇവിടെ വെച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ടീച്ചർ, സത്യഭാമ, പത്മിനി, നിങ്ങളുടെ പാരന്റ്സ് വന്നില്ലല്ലോ. അപ്പോഴേക്കും ശാലിനി അങ്ങോട്ടെത്തും. എക്സ്ക്യൂസ് മീ മാഡം. അപ്പൊ എല്ലാവരും നോക്കുന്നുണ്ട്. ഞാൻ അക്ഷയ്, സത്യഭാമയുടെ ഫാദർ. ഇത് കേൾക്കുമ്പോ സത്യക്ക് ഒരുപാട് സന്തോഷാവും. സത്യ അടിമുടി നോക്കും. പപ്പിയും ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ഹായ് അച്ഛ എന്ന് വിളിച്ചോണ്ട് സത്യ വേഷം കിട്ടി വന്ന ശാലിനിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. പപ്പി, സത്യയുടെ അച്ഛൻ എന്ന് പറഞ്ഞു നിൽക്കുക. സത്യ വേഗം ഒരുപാട് ഉമ്മ കൊടുക്കും. ഇപ്പോ സന്തോഷായില്ലേ മോളെ? സത്യ പറയും, ഒരുപാട് സന്തോഷമായി അച്ഛാ. അങ്ങനെ അവരോട് നല്ല സന്തോഷത്തിലാണ്. അപ്പൊ ടീച്ചർ പറയും, സത്യഭാമയുടെ ഗാർഡിയൻസ് വരാൻ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ പ്രോഗ്രാം തുടങ്ങി, പക്ഷെ പ്രധാന ചടങ്ങുകളൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോ പത്മിനിയുടെ പാരന്റ്സ് കൂടെ മാത്രമേ വരാനുള്ളൂ. പപ്പി പറയും, ഇപ്പൊ വരും. ശാലിനി ഇങ്ങനെ പപ്പിയെ നോക്കുന്നുണ്ട്. അങ്ങനെ അവിടെ വന്നിരിക്കുന്നവർ പറയും, ഇനിയിപ്പോ അതൊന്നും നോക്കണ്ട, നമുക്ക് കാര്യപരിപാടികളിലേക്ക് കടക്കാം. ഈ സമയം സത്യയോട് ശാലിനി പറയും, മോൾ അവിടെ പോയിരുന്നോ, അച്ഛന് 1-2 കോളുകൾ ചെയ്യാനുണ്ട്. ഇതൊക്കെ സൗണ്ട് മാറ്റിയിട്ടാട്ടോ പറയുന്നത്. അങ്ങനെ അത് പറഞ്ഞ് ശാലിനി അവിടുന്ന് പോകും. സത്യ രമേശിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, കണ്ടില്ലേ, എന്റെ അച്ഛനെ കണ്ടില്ലേ എന്ന് പറഞ്ഞ സന്തോഷത്തിലാണ്. ശേഷം പപ്പി, എന്റെ അച്ഛൻ വന്നു എന്ന് പപ്പിയോടും പോയി പറയണേ. എന്നിട്ട് അവിടെ ഇരിക്കും. ഇതേ സമയം ശാലിനി ഫോൺ എടുത്ത് അനുപല്ലവിയെ വിളിക്കുക. ഹലോ മാഡം. ശാലിനി പറയും, അനു പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ, ഞാൻ ഇവിടുന്ന് ചടങ്ങ് കഴിഞ്ഞു പോയാലേ വിഷ്ണുവേട്ടന്റെ വാഹനം ഇതുവഴി വരാൻ പാടുള്ളൂ. ഓക്കെ മാഡം എന്ന് പറഞ്ഞ അനു അവള് കട്ട് ചെയ്യും. ഇതേ സമയം സത്യഭാമയും വിഷ്ണുവും രോഹിത്തൊക്കെ വന്നോണ്ടിരിക്കുകയാണേ. അങ്ങനെ കാർ ഓടിക്കുമ്പോഴും വിഷ്ണു വിചാരിക്കുന്നത് നല്ലൊരു സമ്മാനം തന്നെ സത്യക്കും പപ്പിക്കും കൊടുക്കണം. ഇതേ സമയം ഭാമ വിചാരിക്കും, നീ സത്യയിൽ ആളിക്കുന്നത് എനിക്കൊന്ന് കാണണം വിഷ്ണു, അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള നിന്റെ മോഹവും ഒരിക്കലും നടക്കില്ല. അല്ലെങ്കിൽ നീ കണ്ടോ, ഭാമയ്ക്കും രോഹിത്തെ നമ്മൾ ഒരുപാട് വൈകിയോ? രോഹിത് പറയും, കുറച്ച് വൈകി സത്യമേ. ഭാമ അറിയിച്ചോ, പപ്പി പ്രത്യേകം പറഞ്ഞതാ, വൈകിയാലേ പപ്പിക്ക് വഴക്ക് കേൾക്കുന്നു, എന്നിട്ടും നമ്മൾ ഇത്രയ്ക്ക് വൈകി. വിഷ്ണു പറയും, അതിന് പാലത്തിന്റെ അടുത്ത് ഇത്രയ്ക്കും ബ്ലോക്ക് വരുന്നേ നമ്മൾ കരുതിയില്ലല്ലോ. ഭാമ പറയും, ഇതാ ഞാൻ പറയുന്നത്, എവിടെ പോകുമ്പോഴും നേരത്തെ ഇറങ്ങണമെന്ന്. അതെങ്ങനെയാ, എത്ര പറഞ്ഞാലും ആ ഒരു മുഹൂർത്തത്തിനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങും, അല്ലെങ്കിൽ ഇറങ്ങാൻ നേരത്തെ ആരെങ്കിലും കയറി വരും. രോഹിത് പറയും, അതിന് പകരമായിട്ടാവും ഈ ബ്ലോക്ക് കിട്ടിയത്. ഭാമ പറയും, എന്നാ ഇനി ഒന്നും നോക്കണ്ട, മാക്സിമം സ്പീഡിൽ വിട്ടോ, ചടങ്ങ് കഴിയുന്നതിന് മുമ്പെങ്കിലും അവിടെ എത്താം. അങ്ങനെ ഇതേ സമയം രാമേട്ടന്റെ അടുത്ത് അനുപല്ലവി കാർ നിർത്താനായിട്ട് ആവശ്യപ്പെടുക. ആ റൈറ്റ് സൈഡിലേക്ക് വണ്ടി നിർത്തിക്കോ, എന്നിട്ട് ആ ലെഫ്റ്റ് സൈഡില് ഒരു ബോർഡ് വെക്കണം, ആരോ ഭാഗം ആ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന രീതിയിൽ വേണം വെക്കാൻ. അങ്ങനെ രാമേട്ടൻ ഡിക്കുന്നതൊക്കെ എടുത്ത് അവിടെ വെക്കും. ശേഷം പല്ലവി പറയും, ഇനി നമുക്ക് വണ്ടി മാറ്റിയിടാം. സ്റ്റോപ്പ് എന്നെഴുതിയൊരു ബോർഡും ടേക്ക് ഡൈവേർഷൻ എഴുതി ആരോ മാർക്ക് ഇട്ടിരിക്കുന്ന മറ്റൊരു ബോർഡാണ് അവിടെ വെച്ചിരിക്കുന്നത്. അങ്ങനെ അവിടേക്കായിരിക്കും ഭാമയും വിഷ്ണുവും കൂടെ രോഹിത്തും കൂടെ കാറിൽ വരുന്നത്. അയ്യോ, ഇവിടെ റോഡ് ക്ലോസ് ആണല്ലോ എന്ന് പറയുമ്പോ ഭാമ ആകെ തലക്ക് കൈവച്ച് പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാണേ. ഇതെല്ലാം അവിടെ സൈഡില് കാർ നിർത്തിയിട്ട്
രാമേട്ടനും പല്ലവിയും കാണുന്നുണ്ട്. ഇവരെ തന്നെ, അതായത് ബാമേനൊക്കെ ശ്രദ്ധിക്കണേ. അങ്ങനെ ബാമ റേഷോ ഇനി സമയത്തിന് സ്കൂളിൽ എത്താൻ പറ്റൂടാ. രോഹിത് പറയും മാക്സിമം നോക്ക സത്യമേ. അങ്ങനെ ഇവര് മറ്റു വഴിയിലൂടെ പോവാണേ. ഇത് കാണുമ്പോ അനുവിനും രാമേട്ടനോട് സന്തോഷമാവുന്നുണ്ട്. രാമേട്ടാ, സംഗതി സക്സസ്. ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് ബോർഡുകൾ എടുത്ത് സ്ഥലം വിടാം. അങ്ങനെ അവര് അവിടുന്ന് പോവാണേ. ഇതേ സമയം വിഷ്ണു രോഹിത്തും കൂടെ ഇപ്പൊ മറ്റൊരു വഴിക്കാ പോകുന്നത്. ബ്രോ, ഈ വഴി കറക്റ്റ് ആണോ? വിഷ്ണു ഏറെ വെച്ചിരിക്കുന്ന വഴിയിലൂടെയാണല്ലോ നമ്മളിപ്പോ പോകുന്നത്. വേറൊരു സ്ഥലത്തും വഴി തെറ്റിയിട്ടുമില്ല. ബാമർ, എടാ, ഇങ്ങനെ നാട് ചുറ്റി നടന്നാല് നമുക്ക് സമയത്ത് എത്താൻ പറ്റുമോ? വിഷ്ണു, എന്റെ അമ്മ, ഇങ്ങനൊരു റോഡ് പണി ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇന്നലെ ഈ വഴി വന്നതല്ലേ. രോഹിത് പറയും, അതിന് നമ്മൾ വരുന്ന വഴിയും റോഡ് പണിയൊന്നും കണ്ടില്ലല്ലോ. വിഷ്ണു പറയും, അല്ലാതെ പിന്നെ വെറുതെ ആരെങ്കിലും അവിടെ കൊണ്ടുപോയി ബോർഡ് വെക്കും. ബാമറും, ഇനിയിപ്പോ സംശയിച്ച് സ്പീഡ് കുറയ്ക്കണ്ട, വണ്ടി വേഗം നേരെ തന്നെ വിട്ടോ, ചിലപ്പോ ഈ റൂട്ട് ശരിയായിരിക്കും. വിഷ്ണു പറയും, ഇനിയിപ്പോ വേറെ നിവർത്തിയില്ലല്ലോ, നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ആ വഴിയിലൂടെ തന്നെ പോവാണ്. ഇതേ സമയം സ്കൂളില് സത്യയെ അവിടെ ശാലിനി തന്നെ മടിയിൽ വെച്ചിരിക്കുകയാണ്. സത്യയുടെ വിചാരം അച്ഛനാണെന്നാണല്ലോ. ആള് കുറച്ച് സ്ട്രോങ് ആണെന്നുള്ള രീതിയിലാ അവിടെ ഇരിക്കുന്നത്. ടീച്ചർ പറയും, പഠന മികവിൽ കഴിവ് തെളിയിച്ച 7 കുട്ടികളെയാണ് നമ്മളിപ്പോ ഇവിടെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവരെ നാഷണൽ ലെവൽ കോമ്പറ്റീഷനിൽ എത്തിക്കുന്നതിനുള്ള പ്രയത്നത്തിന്റെ തുടക്കത്തിനാണ് നമ്മളിപ്പോ ഇവിടെ അരങ്ങേറ്റം കുറിക്കുന്നത്. സ്കൂൾ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും നടത്തിയ ക്യൂസ് കോമ്പറ്റീഷനില് മികച്ച നിലവാരാ ഇവർ കാഴ്ചവെച്ചത്. ഇനി ഇവർ മത്സരിക്കാൻ നാഷണൽ ലെവൽ കോമ്പറ്റീഷനിലായിരിക്കും. സോ ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഈ പ്രോത്സാഹനം അവർക്ക് പ്രചോദനമാവട്ടെ. ഇപ്പോഴും ശാലിനി അച്ഛനാണല്ലോ. അങ്ങനെ സത്യയെ ചേർത്ത് പിടിച്ച് കവിളിലൊക്കെ തലോടിക്കൊണ്ടേയിരിക്കുന്നത്. സത്യക്ക് ഇതൊക്കെ ഭയങ്കര സന്തോഷാ. ഇതേ സമയം ഭാമയും വിഷ്ണു രോഹിത്തൊക്കെ കാറിലിങ്ങനെ വരിക. പോയി അവസാനം ഒരു ബ്ലോക്ക് ചെയ്ത മറ്റൊരു സ്ഥലത്തെത്താ. ബ്രോ, നമ്മൾ പെട്ടെന്ന് തോന്നുന്നത്. വിഷ്ണു, റോഡ് ഇവിടം വരെ ഉള്ളൂ. ഭാമാശോ എന്ന് പറഞ്ഞ തലക്ക് കയറിക്കും. ഡാ, നമുക്ക് സ്കൂളില് സമയത്തിന് എത്താൻ പറ്റുമോ? രോഹിത് പറയും, എന്തായാലും ഫംഗ്ഷൻ തുടങ്ങിക്കാണും. ഭാമ, വിഷ്ണു, നീ എന്ത് നോക്കി നിൽക്കുവാ? വണ്ടി റിവേഴ്സ് എടുക്ക്, എന്നിട്ട് നമുക്ക് വന്ന വഴി തന്നെ പോകാം. പോകുന്ന വഴിക്ക് നമുക്ക് ആരോടെങ്കിലും വഴി ചോദിക്കാം. അങ്ങനെ വിഷ്ണു വണ്ടി റിവേഴ്സ് എടുത്ത് പോവാണേ. ഇതേ സമയം സ്കൂളില് ഫംഗ്ഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആദ്യമായി അവാർഡ് വാങ്ങിക്കാൻ ക്ഷണിക്കുന്നത് സത്യഭാമയെയും സത്യഭാമയുടെ ഗാർഡിയനെയുമാണ്. അവര് പോകുമ്പോ രമേശിന്റെ അച്ഛൻ പറയും, കൈയടിച്ചോടാ, നിന്റെ പ്ലാൻ എല്ലാം പൊളിഞ്ഞില്ലേ, അതും കൂടി ചേർത്തങ്ങു കൈയടിച്ചോട്ടോ. രമേശ് ആണെങ്കിൽ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ശാലിനിയും സത്യം കൂടെ സ്റ്റേജിലേക്ക് കയറാണ്. അങ്ങനെ അച്ഛമ്മ അവർക്കുള്ള സമ്മാനം കൊടുക്കും. എന്തായാലും ഇവിടെ ഇങ്ങനെ ഒരു സന്തോഷ ദിവസത്തിൽ തന്നെ വരാൻ സാധിച്ചതിൽ സത്യഭാമയ്ക്കൊപ്പം ഞങ്ങളും സന്തോഷിക്കുന്നു. സത്യഭാമയുടെ പഠന മികവിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞാൽ അത് മറ്റു കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരു പ്രചോദനമായിരിക്കും. പ്ലീസ് സാർ എന്ന് പറയുമ്പോൾ ശാലിനിക്കൊരു ടെൻഷനൊക്കെ ഉണ്ട്. അങ്ങനെ സത്യഭാമയുടെ അച്ഛനായിട്ട് ശാലിനി തന്നെ പറയാണ്, നമസ്കാരം. സത്യഭാമയുടെ കാര്യങ്ങൾക്കായി ഇവിടെ വന്നിരുന്നതും പ്രവർത്തിച്ചിരുന്നതുമെല്ലാം സത്യഭാമയുടെ അമ്മയും ജില്ലാ കളക്ടറുമായ ശാലിനിയാണ്. അതുകൊണ്ട് തന്നെ സത്യഭാമയുടെ പഠന മികവിന്റെ മുഴുവൻ ക്രെഡിറ്റും ഇവിടുത്തെ അധ്യാപകർക്കും ശാലിനിക്കും മാത്രം അവകാശപ്പെട്ടതാണ്. വല്ലപ്പോഴും ഇങ്ങനെ വന്നു പോകുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് മുന്നിൽ കാഴ്ചക്കാരാവാനേ സാധിക്കുള്ളൂ. ഇതുപോലൊരു സ്റ്റേജില് ഇങ്ങനെ വന്നു നിന്ന് 2 വാക്ക് സംസാരിക്കാൻ അവസരം തന്ന ബഹുമാനിയായ അച്ഛനും ഇവിടുത്തെ അധ്യാപകർക്കും പിന്നെ പഠിച്ചു മിടുക്കരായ നമ്മുടെ കുട്ടികളോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അങ്ങനെ സത്യയും ശാലിനിയും അവാർഡ് വാങ്ങിച്ചു വരും. അപ്പൊ അച്ഛമ്മ അടുത്തതായി രമേശ്. അങ്ങനെ രമേശ് കയറാൻ നേരത്തെ സത്യ ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കും. അച്ഛാ, ഇതാ ഞാൻ പറയാറുള്ള രമേശ്. ഹലോ രമേശ് എന്ന് പറഞ്ഞൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കും. ആ കുട്ടിയും കൊടുക്കുന്നുണ്ട്. സത്യ പറയും, നീയല്ലേ പറയാറ് എനിക്ക് അച്ഛനില്ലാന്നും അച്ഛൻ വരില്ലെന്നൊക്കെ. കണ്ണു തുറന്ന് കാണേ, ഇതാണ് എന്റെ അച്ഛൻ. എനിക്ക് കിട്ടിയ അവാർഡാ ഈ നിൽക്കുന്ന അച്ഛൻ. ഇനി നീ പോയി നിന്റെ അവാർഡ് വാങ്ങിച്ചോ. അപ്പോഴേക്കും അച്ഛൻ വീണ്ടും അവരെ ക്ഷണിക്കും. അങ്ങനെ അവരെ അവാർഡ് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് സത്യയോട് ശാലിനി പറയും, മോളെ നമുക്ക് പോകാം, അച്ഛനെ കുറച്ച് തിരക്കുണ്ട്. ഇതേ സമയം പപ്പി എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. സത്യ പറയും, പപ്പി വിഷ്ണു അച്ഛൻ വരുന്നുണ്ടോ നോക്കാം. അങ്ങനെ അവര് 3 പേരും കൂടെ പുറത്തേക്ക് പോവാണ്. ഇതേ സമയം ഇവരിങ്ങനെ കാറിൽ അങ്ങോട്ട് വന്നോണ്ടിരിക്കല്ലേ. വിഷ്ണുവൊക്കെ ഭാമയ്ക്കും, രോഹിത്തെ നമ്മുടെ വഴി ശരിയായോ? രോഹിത് പറയും, ഓ സത്യമേ, ഇനി നമ്മൾ വേഗത്തും. ഭാമ പറയും, പക്ഷെ ആരായിരിക്കും അവിടെ ആ ബോർഡ് കൊണ്ടുപോയി വെച്ചത്? വിഷ്ണു പറയും, ഇനിയിപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ചതി പറ്റി പോയില്ലേ. എന്ന് പറഞ്ഞ ഭാമയെ ഇരിക്കുക. അങ്ങനെ ഇവര് ഇപ്പൊ സ്കൂളിലേക്കുള്ള കറക്റ്റ് വഴിയിലൂടെ വന്നോണ്ടിരിക്കുന്നത്. ഇതേ സമയം ശാലിനി കുട്ടികളെ കൂട്ടി പുറത്തെത്തിയിട്ടുണ്ട്. പപ്പിയോട് സത്യം തുറന്നു പറയാൻ പറ്റുന്നില്ലല്ലോ ശാലിനിക്ക്. അങ്ങനെ ബുള്ളറ്റിന്റെ അടുത്ത് എത്തുമ്പോ പപ്പി പറയും, സത്യ വിഷ്ണു അച്ഛനൊക്കെ ഇപ്പൊ വരും, അവരെ കണ്ടിട്ട് പോവാം. അപ്പോ സത്യക്കും അവരൊക്കെ അച്ഛന് പരിചയപ്പെടണ്ടേ. ശാലിനി പറയും, അത് അവർ വരട്ടെ മോളെ, അച്ഛൻ അല്പം തിരക്കുണ്ട്. പ്ലീസ് അച്ഛാ. ശാലിനി പറയും, മോളെ അത് നമുക്ക് പിന്നീടാവാം, ഇപ്പൊ അച്ഛനെ ജോലിക്ക് കയറാനുള്ള സമയമായി, വാ പോവാം എന്ന് പറഞ്ഞ് ബുള്ളറ്റിൽ കയറണേ. സത്യ പറയും, പപ്പി നീ പറഞ്ഞാ മതി, എന്റെ അച്ഛൻ വന്ന കാര്യം
പപ്പി പറയും ശരി സത്യേ കയറ് മോളെ. അങ്ങനെ സത്യയും കയറാണ്. അങ്ങനെ ശാലിനിയും ബുള്ളറ്റ് അവിടെ നിന്ന് എടുക്ക. പപ്പി ഇങ്ങനെ ടാറ്റ പറയുന്നുണ്ട്. സത്യമാണെങ്കിൽ അച്ഛനെ ഇങ്ങനെ കണ്ട സന്തോഷത്തില. അങ്ങനെ ഇവരവിടുന്ന് ബുള്ളറ്റിൽ പോയി കഴിയുമ്പോഴായിരിക്കും മറ്റൊരു വഴിക്ക് വിഷ്ണുവും ബാമയൊക്കെ എത്തുന്നത്. വിഷ്ണു രോഹിത്തും ബാമയൊക്കെ വേഗം ഇറങ്ങും. വിഷ്ണു പറയും സോറി മോളെ, കുറച്ച് ലേറ്റ് ആയി പോയി. അല്ല എന്തായി മോളെ? പപ്പി പറയും ദേ സത്യയുടെ അച്ഛൻ വന്നിരുന്നു. ഇത് കേൾക്കുമ്പോ വിഷ്ണു ഇങ്ങനെ ഞെട്ടിപ്പോവാണേ. പപ്പി ഇങ്ങനെ ചൂണ്ടി കാണിക്ക. സത്യ ഇങ്ങനെ ബുള്ളറ്റിൽ പോകുന്നത് വിഷ്ണു കാണുന്നുണ്ട്. വിഷ്ണു നോക്കുമ്പോ ഒരാളുടെ കൂടെ ബുള്ളറ്റില് സത്യ പോകുന്നതാണ്. വിഷ്ണു ഇങ്ങനെ ഞെട്ടിലോട് കൂടി അവരെ നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്. അതിനുശേഷം അതിന്റെ പ്രമോ വന്നിട്ടുണ്ട്. അതിൽ കാണിക്കുന്നത് വിഷ്ണു സ്കൂളിൽ നിന്ന് നേരെ കുടുംബശ്രീ വീട്ടിലേക്ക് വരാണ്. ദേഷ്യത്തില് ശാലിനിയെ വിളിക്കും. ശാലിനി അപ്പോഴേക്കും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരിക. അങ്ങനെ വിഷ്ണു വന്ന് ദേഷ്യത്തിലേക്കും സത്യക്കിപ്പം സ്കൂളിൽ വന്നത് ആരാ അതെനിക്ക് അറിയണം, അതാണോ സത്യയുടെ അച്ഛൻ എന്നോട് ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുമ്പോ ശാലിനിയും ശാരദാമ്മയും പേടിച്ചുകൊണ്ട് നിൽക്കുക. ശാലിനി ഇങ്ങനെ എന്താ പറയാൻ തുടങ്ങുമ്പോഴേക്കും സത്യ അങ്ങോട്ട് വരും. അമ്മയെ പറഞ്ഞു കൊടുക്കേ അതാണ് എന്റെ അച്ഛനെന്ന്. പറയമ്മേ അതെന്റെ അച്ഛനാണെന്ന്. വിഷ്ണു ഇങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കണേ. അപ്പോഴേക്കും ബാമയും കാറിന്ന് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ശാലിനിയോട് പറയും ഇനി എങ്ങാനും എന്റെ മകൻ വിഷ്ണുവിന്റെ പിന്നാലെ എങ്ങാനും നടന്നാലുണ്ടല്ലോ ഈ സത്യാമ്മ ആരാണെന്ന് നീ അറിയും. വിഷ്ണു ആണെങ്കിൽ സങ്കടത്തോടു കൂടി തലതാഴ്ത്തി നിൽക്കണേ. ശാലിനിക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാതെ സത്യ അവിടെ ഉണ്ടല്ലോ ഇങ്ങനെ സങ്കടത്തിൽ നിൽക്കുന്നതൊക്കെ കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. ഈ കഥ ഇപ്പൊ എങ്ങോട്ടാ പോകുന്ന ഒരു ഐഡിയ ഇല്ല. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്